ഹലോ എവ്രിവൺ, നമ്മൾ നോക്കാൻ പോകുന്നത് MPA 014 പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ്. മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യുക HR-ത്തിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ എവല്യൂഷൻ, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് HR, റോൾ ഓഫ് HR മാനേജർ ആൻഡ് ഫ്യൂച്ചർ ചാലഞ്ചസ്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു HR. Human resource management is a management function that focuses on the people dimension of organizations. അപ്പം ഇതിനകത്തുള്ള കീ വേർഡ് ഈ പീപ്പിൾ ഡയമെൻഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. എന്താണ് പീപ്പിൾ ഡയമെൻഷൻ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം. പലർക്കും ഓൾറെഡി അറിയായിരിക്കും, എന്നാലൊന്ന് ബ്രഷപ്പ് ചെയ്യാം. ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ കൺസ്ട്രക്ഷൻ അറിയാലോ, സിമെന്റും ബ്രിക്സും ഒക്കെ വെച്ചുള്ള ഒരു ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. എന്നാൽ ഹോം എന്ന് പറയുന്നതോ അതൊരു ഇമോഷണൽ സ്പേസ് ആണ്. അച്ഛൻ, അമ്മ, കുട്ടികൾ അടങ്ങുന്ന ലവ് അഫെക്ഷൻ ഉള്ള ഒരു ഇമോഷണൽ സ്പേസ്. അപ്പം ഈ ഹോമിനകത്ത് ഒരു പീപ്പിൾ ഡയമെൻഷൻ കടന്നു വരുന്നില്ലേ? ഇതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനകത്തും ഇങ്ങനെ പീപ്പിൾ ഡയമെൻഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഓർഗനൈസേഷനെ പീപ്പിൾ ഡയമെൻഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു ഓർഗനൈസേഷനകത്ത് ആ ഓർഗനൈസേഷൻ അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്. ഓർഗനൈസേഷനകത്തുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ ഇൻട്രസ്റ്റുകളും ഗോൾസും എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Human resource management ventures beyond traditional post-BCom functions to more enveloping domains in the discipline. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് HR-M ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രഡീഷണൽ പോസ്റ്റ്-BCom ഫംഗ്ഷൻസിനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ എൻവലപ്പിംഗ് ഡൊമൈൻസിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുണ്ട്, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുണ്ട്, ഇതിന്റെ സ്പെക്ട്രം വൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് അത് ഈ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് പോസ്റ്റ് ബികോർബ് എന്ന് പറയാം. പോസ്റ്റ് ബികോർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പഠിക്കുമ്പോൾ ഗുളിക്കൊറുവിക്കിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ് എന്ന് പഠിക്കുമല്ലോ. ഇതിന്റെ ഇത്രയും ഫംഗ്ഷൻസിന്റെ ഒരു ആക്രോണിമാണ് പോസ്റ്റ് ബികോർബ്. ഇത് അവിടെ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്, നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. ഓക്കെ, എനിവേ ഈ ഇത്രയും ഫംഗ്ഷൻസ് ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ HR-M ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് മാറിയിട്ടുണ്ട്. ഇത് കൂടുതൽ എൻവലപ്പിംഗ് ഡൊമൈൻസിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡേറ്റ അനലിറ്റിക്സ് വളരെ എമർജിംഗ് ആയിട്ടുള്ള വളരെയധികം ജോലിക്ക് സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ഡേറ്റ അനലിറ്റിക്സ്. ഈ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറച്ച് ഡേറ്റ സെറ്റ് കാണും. ആ ഡേറ്റ സെറ്റിൽ നിന്ന് നമ്മൾ ട്രെൻഡുകൾ പ്ലോട്ട് ചെയ്യും, പാറ്റേൺസ് ഉണ്ടാക്കും. ഈ ട്രെൻഡിന്റെയും പാറ്റേണിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തും. ആ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കും. ഇതാണ് ഡേറ്റ അനലിറ്റിക്സിൽ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ റിയൽ ലൈഫിനകത്ത് ഇപ്പൊ ഞാൻ ഒരു എനിക്കൊരു കമ്പനി ഉണ്ട്. എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ വെച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു ഡേറ്റ സെറ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡേറ്റ സെറ്റ് എടുത്ത് ഒരു അനാലിസിസ് നടത്തി, ഒരു ഡേറ്റ അനാലിസിസ് നടത്തി. ആ അനാലിസിസിന്റെ ബേസിൽ എനിക്ക് കുറച്ച് ട്രെൻഡുകൾ പ്ലോട്ട് ചെയ്യാൻ പറ്റി. ആ ട്രെൻഡ് വെച്ചുകൊണ്ട് ഞാൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. അതായത് എന്റെ കമ്പനിയിലേക്ക് കൂടുതൽ ക്ലയൻസിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ ഫ്രഷേഴ്സും ഫസ്റ്റ് 1 year എക്സ്പീരിയൻസ് ഉള്ളവരും 2 year എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ 2 year എക്സ്പീരിയൻസ് ഉള്ളവരാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്റെ കമ്പനിയിലേക്ക് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ 2 year പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും കൂടെ വെയിറ്റേജ് കൊടുക്കും എന്നൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇനി കൂടുതൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2 year പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. ഇതൊരു ഡിസിഷൻ ആണല്ലേ. ഈ ഡിസിഷൻ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എന്റെ കമ്പനിയിൽ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇത് ബേസിക്കലി എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അകത്തുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് ഡേറ്റ അനലിറ്റിക്സിനെ ഉപയോഗിക്കുന്നതിനെ ഹ്യൂമൻ റിസോഴ്സ് അനലിറ്റിക്സ് എന്ന് പറയുന്നു.
ഇത് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് പറഞ്ഞ പോലെ HR കണ്ടംപററി പീരീഡിൽ എൻവലപ്പിംഗ് ഡൊമൈൻസിലേക്ക് എന്താണ് എൻവലപ്പിംഗ് ഡൊമൈൻസിലേക്ക് അതിന്റെ സ്പെക്ട്രം വൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന എക്സാമ്പിൾ ആയിട്ട് ഇത് എക്സാമിനൊക്കെ കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് organizations had hitherto looked at the personnel department for management of paperwork involving hiring and paying people. More recently, organizations consider the human resource department better suited for the task. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓർഗനൈസേഷൻസിനകത്ത് ഇങ്ങനെ HR ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, പകരം പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത്. റീസെന്റ് ആയിട്ടാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്? അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് കേവലം ആൾക്കാരെ ഹയർ ചെയ്യുക, അവർക്ക് പേയ്മെന്റ്സ് കൊടുക്കുക, അതുപോലെയുള്ള ബേസിക് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് മാത്രം കൈകാര്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളായിരുന്നു പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റുകൾ. ഓക്കെ, പക്ഷെ ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയപ്പോഴേക്കും അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് വന്നില്ലേ. ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ പറഞ്ഞ പോലെ കേവലം എന്താണ് ഹയറിങ്ങും പേയിങ്ങും ഹയർ ചെയ്യുകയും ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുക മാത്രമായിരുന്നില്ല, അല്ലെ. ഇറ്റ് എൻറ്റൈൽസ് advising, implementing and organizing change, which are identified as the three most important requisites of sound HRM practice. അല്ലെ, അതായത് HRM എന്ന് പറയുന്നത് വെറുതെ പേഴ്സൺ പവർ സെക്യൂർ, അതായത് പേഴ്സൺ പവർ സെക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. കേവലം ഹയറിങ്ങും പേയ്മെന്റും മാത്രമല്ല, അതിലുപരിയായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. HRM എന്ന് പറയുന്നത് പ്രൊആക്റ്റീവ് ആയിരിക്കണം rather than be a reactive management function. അപ്പൊ എന്താണ് റിയാക്റ്റീവ്, എന്താണ് പ്രൊആക്റ്റീവ്? റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ചെയ്യുക, റിയാക്ട് ചെയ്യുക, അല്ലെ. അപ്പൊ ഒരു കമ്പനിയിലേക്ക് ഞാൻ നടത്തുകയാണ്, ആ കമ്പനിയിലേക്ക് പെട്ടെന്ന് 2 വേക്കൻസി വന്നു, അവിടെ ഞാൻ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ അത് ബേസിക്കലി റിയാക്റ്റീവ് ആണ്. അതായത് എങ്ങനെയെങ്കിലും ഞാൻ 2 വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ജോബ് നോട്ടീസ് ഇറക്കും ആൻഡ് ആൾക്കാരെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യും. ഇത് റിയാക്റ്റീവ് ആണ്, അല്ലെ. പ്രൊആക്റ്റീവ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമ്പനി ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്ര ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത്ര ആൾക്കാരെ പിരിച്ചുവിട്ടിട്ട് ഞാൻ ഇത്ര ക്വാളിഫിക്കേഷൻ ആൾക്കാരെ എടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഒരു എന്താണ് ഗ്രോത്തിനെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി മുന്നിൽ കണ്ട് കാലെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത് പ്രൊആക്റ്റീവ്, അല്ലെ. HRM എന്ന് പറയുന്നത് ഇങ്ങനെ പ്രൊആക്റ്റീവ് ആകണം, കാലെ കൂട്ടി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം rather than be reactive. And ഇപ്പം ഈ HRM എങ്ങനെ ആകുന്നുണ്ട്, റിയാക്റ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയിട്ട് പ്രൊആക്റ്റീവ് ആയിട്ട് മാറുന്നുണ്ട്. HRM today involves more than just management of HR functions. കേവലം മാനേജ്മെന്റ് ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യുക മാത്രമല്ല HR ചെയ്യുന്നത്, അതിലുപരിയായിട്ട് കോമ്പൻസേഷൻ, ബെനഫിറ്റ്സ്, സ്റ്റാഫിംഗ്, HR forecasting, succession planning, management and executive development, performance management, employee relations, organization development, total quality management, needs analysis, instructional design and development, training program evaluation, return on investment, etc. ഇത് HR-ത്തിന്റെ ആ ഒരു എന്തൊക്കെ ആക്ടിവിറ്റീസ് HRM കവർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുവാണ്. ബേസിക്കലി ഈ പറഞ്ഞതൊക്കെ നമ്മൾ വരും പാഠങ്ങൾ പഠിക്കും, കാരണം ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റിയും ഓരോ ചാപ്റ്റർ ആയിട്ട് വരുന്നു. ഓക്കെ, ജസ്റ്റ് വായിച്ചൊക്കെ പറയാം. കോമ്പൻസേഷൻ ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, HR ഫോക്കസിംഗ് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതിന്റെ ആ സ്പെക്ട്രം, HR എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രം എത്രത്തോളം വലുതാണെന്നാണ് നമുക്ക് ഇതിലൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവുക. ഓക്കെ, നമ്മൾ കേൾക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഇത്രയും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണല്ലോ. നമ്മൾ പഠിക്കുന്ന പേപ്പർ ആണെങ്കിലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ഉള്ള വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് മനസ്സിലേക്ക് വരിക ഒരു ഗവൺമെന്റ് ഓഫീസ് ആയിരിക്കും. അതിനകത്ത് ഒരു ഓഫീസർ കാണും, കുറെ ആൾക്കാർ കാണും. ഈ ഓഫീസർ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന കുറച്ച് കേസുകളൊക്കെ തീർപ്പാക്കിയിടും, കുറച്ചൊക്കെ റെഡ് ടേപ്പ് കാണിച്ച് എന്ത് ചെയ്യും, പെയിന്റിംഗ് ആക്കും, കുറച്ചൊക്കെ എന്ത് ചെയ്യും, ചുമ്മാ ബ്രൈബ് ചെയ്ത് അങ്ങനെ കുറച്ച് അലമ്പിക്കളയും. അങ്ങനെയൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് മനസ്സിലേക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരിക, അല്ലെ. അപ്പം ആക്ച്വലി പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പുകളിൽ ഇങ്ങനെ ഒരു
കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടേം വേണ്ട. അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും ഇനാക്റ്റീവ് ആയിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ വേണ്ട, പകരം മാനേജ്മെന്റ് എന്നുള്ള ടേം വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് എന്നുള്ള ടേം വരാൻ കാരണം? അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു റീഫോം മൂവ്മെന്റ് ആണ്. അതായത് നമ്മുടെ നാട്ടില് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും ഈ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അല്ലെ. അവർക്ക് പ്രോഫിറ്റ് അല്ല പ്രാധാന്യം, എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ടോ, അവർ ഹാപ്പിയാണോ, അതാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവർക്ക് വരുന്നത് ബിസിനസ് ആണ്, പ്രോഫിറ്റ് ആണ്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാകണം. ഓക്കെ, അങ്ങനെയുള്ള ബിസിനസ് മൈൻഡഡ് ആണ് എപ്പോഴും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പം ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന ബിസിനസ് സ്ട്രാറ്റജീസും ഐഡിയോളജീസും ഒക്കെ ഇല്ലേ, ഇതൊക്കെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ഇമ്പാർട്ട് ചെയ്ത പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കി അവരുടെ പെർഫോമൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്ത് അവരെ കൂടുതൽ റെസ്പോൺസീവ് ആക്കണം എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ്. New public management is a public sector reform movement that adapts private sector business practices to improve public sector efficiency, performance and responsiveness. Okay, അപ്പം ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് വരുന്നത് ഒരു 1980s 1990s ആ ഒരു സമയത്താണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റിന്റെ സ്വാധീനത്താലാണ് നമ്മൾ മാനേജ്മെന്റ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പഠിക്കുന്ന പേപ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് പക്ഷെ നമ്മൾ എന്നിട്ടും ഈ അഡ്മിനിസ്ട്രേഷൻ വാക്കിനേക്കാളും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. അതിന് കാരണം ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന റീഫോം മൂവ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ HR എവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ഗ്രാഫ് ഇഗ്നോ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് അല്ലെ. ആ ടെക്സ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഗ്രാഫ് സെൽഫ് ഇലസ്ട്രേറ്റീവ് ആണെന്ന്. അപ്പം ആ ഗ്രാഫ് കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഒരു 1900s തൊട്ട് 1940s വരെ വെൽഫെയർ മാനേജ്മെന്റ്, പിന്നെ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റ് ആകും, അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആകും. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, കാരണം ഇത് സെൽഫ് ഇലസ്ട്രേറ്റീവ് ആയിട്ട് വരച്ചിട്ടുള്ള ഗ്രാഫാണ് എന്ന ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എനിവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവല്യൂഷണൽ ഹിസ്റ്ററിയിലേക്ക് പോകാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾ കേൾക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് റോബർട്ട് അവർ. ആദ്യം റോബർട്ട് അവർ ആറാം നോക്കാം. അദ്ദേഹം വെയിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, ഒരു സോഷ്യൽ റീഫോമർ ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1771 മുതൽ 1858, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പീക്ക് പീരീഡിൽ ഉണ്ടായിരുന്ന അദ്ദേഹമാണ് റോബർട്ട്. ഇദ്ദേഹത്തിന് സ്കോട്ട്ലൻഡിലെ ന്യൂ ലനാർക്കില് ഒരു കോട്ടൺ സ്പിന്നിങ് മില്ലുണ്ടായിരുന്നു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഒരു പീക്ക് പീരീഡ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഹാർഷ് റിയാലിറ്റീസ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയം. അതായത് ഇൻഡസ്ട്രീസിൽ വർക്ക് ഫോഴ്സിനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു. 10-14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നു, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഓക്കെ, ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഈ സമയത്ത്. അപ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് റോബർട്ട് അവൻ അദ്ദേഹം ഒരു റെവല്യൂഷണറി അപ്രോച്ച് എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ എന്റെ കമ്പനിയിൽ എന്റെ ഈ പറഞ്ഞ കോട്ടൺ സ്പിന്നിങ് മില്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ 14 മണിക്കൂർ ഒന്നും വർക്ക് ചെയ്യണ്ട, അവർ 10 മണിക്കൂർ താഴെ വർക്ക് ചെയ്താൽ മതി. അവരുടെ വർക്കിംഗ് അവേഴ്സ് അദ്ദേഹം കുറച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ മില്ലിനകത്ത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും ജോലി ചെയ്യണ്ട. അദ്ദേഹം ചൈൽഡ് ലേബറിനെ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് 3 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇൻഫന്റ് സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ക്രമേണ അദ്ദേഹത്തിന്റെ ആ കോട്ടൺ സ്പിന്നിങ് മില്ലിന്റെ പ്രൊഡക്ടിവിറ്റി കൂടി, അദ്ദേഹം പ്രോഫിറ്റ് ഏൺ ചെയ്തു. ഈ ഒരു കാരണം കൊണ്ടാണ് റോബർട്ട് അവനെ ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും റെവല്യൂഷൻ അപ്രോച്ച് ആയിരുന്നു. കാരണം ഒരിക്കലും എന്താണ്
ആ സമയത്ത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഭയങ്കര വിപ്ലവമായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് എല്ലാവരും എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കി ഭയങ്കര വലിയ റിച്ച് ആവാൻ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റിലാക്സേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ക്രമേണ പ്രോഫിറ്റ് ഉണ്ടാക്കി. ആൻഡ് ഈ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒക്കെ കുറച്ച് സസ്റ്റൈനബിളും ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാൾസ് ബാബേജ് വന്നിട്ടുണ്ട്. ചാൾസ് ബാബേജിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ പല വർക്കുകളും എഫിഷ്യൻസി, ടാസ്ക് സ്പെഷ്യലൈസേഷൻ, വർക്ക് മെഷർമെന്റിനെയൊക്കെ കേന്ദ്രീകരിച്ചതായിരുന്നു. അതുപോലെ ഹെൻറി ടൗണിയുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ he focused on systematizing administration, wage, incentives, and profit sharing to foster better employer relationships. Okay. നമ്മൾ പറഞ്ഞു വന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് ഉള്ള പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഗ്രോത്ത് ആണ്. അവിടുന്ന് പിന്നീട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരാൻ പിന്നെയും സമയമെടുത്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള ഇന്റർവാർ ഇയേഴ്സ് 1918 മുതൽ 1939 വരെയുള്ള ഈ സമയത്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്, അതായത് നമ്മൾ പറഞ്ഞ മാനുഷിക പരിഗണന കൊടുക്കുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്. ഓക്കെ, ഈ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് രണ്ട് ബ്രാഞ്ച് ആയിട്ടാണ്, സോഷ്യോളജിക്കൽ ബ്രാഞ്ചും സൈക്കോളജിക്കൽ ബ്രാഞ്ചും. സോഷ്യോളജിക്കൽ ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നത് വെൽഫെയറിനെയാണ്. അതായത് വർക്കേഴ്സിന് എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റ് കിട്ടണം, ആരും ബുദ്ധിമുട്ടാൻ പാടില്ല, എല്ലാവർക്കും ഒരേപോലെ റെമ്യൂണറേഷനും കോമ്പൻസേഷനും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇതാണ് വെൽഫെയർ അപ്രോച്ച് ഓഫ് സോഷ്യോളജിക്കൽ ബ്രാഞ്ച്. എന്നാൽ സൈക്കോളജിക്കൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിനെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ നല്ല വർക്ക് കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകലാണ് ഈ സൈക്കോളജിക്കൽ ബ്രാഞ്ച് ചെയ്യുന്നത്. അപ്പം ഈ സൈക്കോളജിക്കൽ ബ്രാഞ്ച്, സോഷ്യോളജിക്കൽ ബ്രാഞ്ച്, ഈ രണ്ട് ബ്രാഞ്ചും പിന്നീട് നമ്മൾ കാണുന്ന പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് എന്താ വരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഹയറിംഗ് ഒക്കെയാണെന്ന്, ഹയറിംഗും പേയ്മെന്റും ആണ്. അപ്പം ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ഗോൾസിലേക്ക് സോഷ്യോളജിക്കൽ ബ്രാഞ്ചും സൈക്കോളജിക്കൽ ബ്രാഞ്ചും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മോഡേൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കടന്നു വരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ എവല്യൂഷൻ ഓഫ് ഹിസ്റ്ററി. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ, സോഷ്യൽ യൂണിറ്റ്സ്, people as resource, organizational equilibrium. സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒരു ഓർഗനൈസേഷന് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ട്. ഒരു ഓർഗനൈസേഷനകത്ത് യാതൊരു സ്ട്രാറ്റജി ഇല്ലാതെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വെച്ചാൽ പൈസ പോയി. അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്താലേ ഉള്ളൂ മാർക്കറ്റിംഗ് പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ എല്ലാത്തിനും സ്ട്രാറ്റജി വേണം. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിനും സ്ട്രാറ്റജികളുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസും എവിടെ നിന്നാണ് വരുന്നത്, ബിസിനസ് സ്ട്രാറ്റജിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യപ്പെടുന്നത്. അതായത് എല്ലാ സ്ട്രാറ്റജീസും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് ഇന്റഗ്രേറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് സോഷ്യൽ യൂണിറ്റ്. ഇത് നമ്മൾ മറ്റേ ഹോമിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പീപ്പിൾ ഡയമെൻഷനുള്ള സ്പേസ് ആണ്. അവരുടെ റിലേഷൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്. ആ ഹോമിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു, ആ ഒരു കോൺസെപ്റ്റ് അത് തന്നെയാണ് സോഷ്യൽ യൂണിറ്റ് അതിനകത്ത് പറഞ്ഞു, വായിച്ചു നോക്കിയാൽ മതി. പീപ്പിൾ ആസ് റിസോഴ്സ്, അതായത് പീപ്പിളിനെ റിസോഴ്സ് ആയിട്ട് കണക്കാക്കണം. ഓക്കെ, അതാണ് പീപ്പിൾ ആസ് റിസോഴ്സ്. ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട്. ഈ രണ്ട് ഗോൾസും ഇൻട്രസ്റ്റുകളും തമ്മിൽ ഒരു സിനർജി ഉണ്ടാവണം, ഒരു കോപ്പറേഷൻ ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയം ഉണ്ടാകത്തുള്ളൂ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നില്ലേ എന്താണ് മാച്ചിങ് ഇൻഡ്യൂസ്മെന്റ്സ് ടു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്, എന്താ ഈ സംഭവം? അതായത് നമ്മുടെ ചെസ്റ്റർ ബർണാർഡ് അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു വർക്കുണ്ട്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഇൻഡ്യൂസ്മെന്റ് കോൺട്രിബ്യൂഷൻ. അതായത് ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിന് ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നതെല്ലാം ഇൻഡ്യൂസ്മെന്റ്സ് ആണ്. അതായത് റെക്കഗ്നീഷൻ, ഓക്കെ, അതുപോലെ നല്ല വർക്ക് കൾച്ചർ, അല്ലെ, പ്രൊമോഷൻ, ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഡ്യൂസ്മെന്റ് ആണ്, പോസിറ്റീവ് ബാലൻസ് ആണ്. ഇതിനെയാണ് ഇൻഡ്യൂസ്മെന്റ്സ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി
തന്റെ ആ ഓർഗനൈസേഷൻ അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെ, നല്ലതുപോലെ വർക്ക് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്ത് അങ്ങോട്ട് നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കോൺട്രിബ്യൂഷൻസ്. അപ്പം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു എംപ്ലോയിക്ക് എപ്പോഴും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുത്താലേ ഉള്ളൂ അദ്ദേഹം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സും കോൺട്രിബ്യൂഷൻ തമ്മിൽ മാച്ച് ആവണം. അങ്ങനെ മാച്ച് ആകുമ്പോഴേ ഉള്ളൂ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയിയുടെ ഗോള് ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് മാച്ച് ആവത്തുള്ളൂ. അപ്പോഴേ ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയം ഉണ്ടായെങ്കിലുള്ള ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് വളരെ ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതാണ് ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയം. അടുത്ത് ഡിഫൈനിങ് HR. ഇത് ഈ പറഞ്ഞ പോലെ ഓരോ തിങ്കേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ എക്സാമിന് ഇൻട്രൊഡക്ഷനകത്തൊക്കെ എന്താണ് HR എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്തൊക്കെ എഴുതാമല്ലോ, അതിന് ഉപകാരപ്പെടും. അപ്പൊ മിൽക്കോവിച്ച് ആൻഡ് ബോർഡ്രിയ പറയുന്നു, a series of integrated decisions that govern employer-employee relations. Decents and Robbins concerned with the people dimension, acquiring services, developing skills, motivating to higher performance. Flip, planning, organizing, directing and controlling of the procurement, development, compensation, integration and maintenance of human resources. ആക്ച്വലി ഇതിനകത്തൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ഇത് കാണാതെ ഇതിന്റെയൊക്കെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അതങ്ങ് അതുപോലെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എക്സാംസിന് എഴുതുക എന്നുള്ളത്, അപ്പൊ നമുക്ക് കുറച്ച് മാർക്ക് ഒക്കെ കിട്ടും. ഓക്കെ, വേർഷൻസ് ഓഫ് HR. HR രണ്ട് വേർഷൻസ് ആണ് ഉള്ളത്, ഹാർഡ് വേർഷനും സോഫ്റ്റ് വേർഷനും. ഹാർഡ് വേർഷനകത്ത് വർക്കേഴ്സിനെ റിസോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരെ കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്. സോഫ്റ്റ് HR വർക്കേഴ്സിന് അസറ്റ് ആയിട്ടാണ് കാണുന്നത്. ഹാർഡ് HR അവർക്ക് സ്ട്രിക്റ്റ് റൂൾസ് ആണുള്ളത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, ക്ലോസ് സൂപ്പർവിഷൻ. സോഫ്റ്റിനകത്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പലപ്പോഴും വിട്ടുവീഴ്ചകളൊക്കെ നമുക്ക് ചെയ്തു തരും, ആൻഡ് അതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. ഹാർഡിനകത്ത് എപ്പോഴും ടോപ്പ് മാനേജ്മെന്റ് ആണ് ഡിസൈഡ് ചെയ്യുക. അവർക്ക് അവിടെ എംപ്ലോയീസിന് അവിടെ ഒരു എന്തില്ല, വോയിസ് ഇല്ല. എന്താ, സോഫ്റ്റ് HR എംപ്ലോയീസിന് വോയിസ് ഉണ്ട്. ഹാർഡ് HR ഇതിനകത്ത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, മുകളിൽ നിന്ന് താഴേക്കേ ഉള്ളൂ. ഓക്കെ, സോഫ്റ്റ് HR ഓപ്പൺ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വേ. അവര് മേളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവരുടെ ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യും, ആൻഡ് നമുക്ക് ഈ താഴെയുള്ള എംപ്ലോയീസിന് അവർക്ക് അവരുടെ കൺസേൺസ് ഉണ്ടെങ്കിൽ മുകളിലേക്ക് അഡ്രസ് ചെയ്യാനും പറ്റും. കോസ്റ്റ് ഫോക്കസ്, മാക്സിമം കോസ്റ്റ് കുറയ്ക്കണം, അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ്. ഇതാണ് ഹാർഡ് HR. ഇവിടെ സോഫ്റ്റ് HR അവർക്ക് എംപ്ലോയി ഗ്രോത്ത് ആണ് ഇമ്പോർട്ടൻസ്. അവര് എംപ്ലോയി ഗ്രോത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഹാർഡ് പലപ്പോഴും പെർഫോമൻസ് ബേസ്ഡ് ആണ്, അതായത് ഒരു ദിവസം നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള റെമ്യൂണറേഷനകത്ത് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അവര് കട്ട് ചെയ്യും. ഓക്കെ, സോഫ്റ്റ് ആണെങ്കിൽ റെഗുലർ അപ്രീസിയേഷൻ. ഒരു ദിവസം നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെങ്കിലും നിങ്ങളെ അവരെന്ത് ചെയ്യും, ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് അവർ കീപ്പപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. ഓക്കെ, ഹാർഡ് HR ഷോർട്ട് ടേം എഫിഷ്യൻസി. കാരണം ഒരു ആളെ കൊണ്ട് 10-15 മണിക്കൂർ ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് എടുപ്പിച്ചു കഴിഞ്ഞാൽ അത് കുഴയത്തില്ല, അപ്പം അയാൾക്ക് ലോങ് ടേമിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് എഫിഷ്യൻസി. പക്ഷെ സോഫ്റ്റ് HR ലോങ് ടേം ഡെവലപ്മെന്റ് ആണ്, അതും സസ്റ്റൈനബിൾ ആയിരിക്കും. പിന്നെ വർക്ക് പ്ലേസ് കൾച്ചർ വരുമ്പോൾ ഹാർഡ് HR ഡിസ്റ്റന്റ് ടാസ്ക് ഫോക്കസ്ഡ് ആണ്, സോഫ്റ്റ് HR സപ്പോർട്ടീവ് ആണ്, പീപ്പിൾ ഫോക്കസ്ഡ് ആണ്. ഓക്കെ, നോക്ക്, ഹാർഡ് വേർഷനകത്ത് പീപ്പിളിനെ റിസോഴ്സ് ആയിട്ട് പറഞ്ഞല്ലോ, കമ്മോഡിറ്റി ആയിട്ട് കാണുന്നു. ഇവരുടെ ഫോക്കസ് കാൽക്കുലേറ്റീവ് ആണ്, സ്ട്രാറ്റജിക് ആണ്, റാഷണൽ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു കമ്പനി ഉണ്ട്, എന്റെ കയ്യിൽ 10 വർക്കേഴ്സ് ഉണ്ട്. ഒരു വർക്കറിനെ കൊണ്ട് ഞാൻ 10 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ വർക്ക് 100 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല, 10 വർക്കേഴ്സ്, ഒരാളെ കൊണ്ട് 10 മണിക്കൂർ വർക്ക് ചെയ്യിച്ചു, അങ്ങനെയാണെങ്കിൽ 10 ആളുകളെ കൊണ്ട് മൊത്തം 100 മണിക്കൂർ വർക്ക് ചെയ്യിക്കാൻ പറ്റുമല്ലോ. അപ്പം ആ 100 മണിക്കൂറിന്റെ ടാസ്ക് കംപ്ലീറ്റ്, ഇതൊരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ കാൽക്കുലേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റീവ് എഫിഷ്യൻസി ആണ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അധികം പൈസയൊന്നും ചെലവാക്കാൻ അവർ തയ്യാറാവത്തില്ല, പക്ഷെ മാക്സിമം എഫിഷ്യൻസി ആണ്. ബേസ്ഡ് ഓൺ ബിസിനസ് നീഡ് ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ത്രെറ്റ്. സോഫ്റ്റ് വേർഷൻ origins in the human relations, people as co-contributors. കാരണം ഇതൊരു പാർട്ടിസിപ്പേറ്ററി ആണ്, ഇവിടെ എംപ്ലോയീസിന് വോയിസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് co-contributors എന്ന് പറയുന്നത്. ഇവരുടെ ഫോക്കസ് കമ്മ്യൂണിക്കേഷനകത്താണ്, മോട്ടിവേഷനകത്താണ്, ലീഡർഷിപ്പിനകത്താണ്. യൂണിറ്ററി അപ്രോച്ച്, അതായത് ഇൻട്രസ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ആർ കോൺഫ്ലുവന്റ്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് HR.
ഇന്റഗ്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം സ്ട്രെസ് ഓൺ ഇന്റഗ്രേറ്റിംഗ് HR പോളിസീസ് വിത്ത് ഓവറോൾ പ്ലാനിങ്. ഓക്കെ. പിന്നെ ലൈൻ റെസ്പോൺസിബിലിറ്റി. എന്താ ലൈൻ എന്ന് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഫസ്റ്റ് പേപ്പറിനകത്ത് തോന്നുന്നു ഇൻട്രഡക്ഷനകത്ത് നമ്മൾ MPS 011 പേപ്പറിനകത്ത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഒക്കെ അവിടെ കവർ ചെയ്യും. ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയാണ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി മാത്രം പറയുകയാണ്, ഇത് എക്സാക്ട് എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ഗവൺമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബേസിക്കലി ലൈൻ ഓപ്പറേഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെന്റ് അവരുടെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നീതി ആയോഗിനെ പോലുള്ള ബോഡിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന്റെ അഡ്വൈസ് ഒക്കെ തേടാറില്ലേ? അപ്പോൾ അഡ്വൈസ് സപ്പോർട്ട് കൊടുക്കുന്ന നീതി ആയോഗ് സ്റ്റാഫാണ്. ഇത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് ഓപ്പറേഷൻസ് നടത്തുന്ന ഗവൺമെന്റ് ലൈനാണ്. ആ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുക്കുന്ന നീതി ആയോഗ് പോലുള്ള ബോഡീസ് സ്റ്റാഫാണ്. അപ്പൊ ലൈനാണ് ഓപ്പറേറ്റേഴ്സ്, ലൈൻ ഓപ്പറേറ്റേഴ്സിന് അഡ്വൈസ് കൊടുക്കുന്നവർ സ്റ്റാഫ്. ഇങ്ങനെ ലൈൻ ഓപ്പറേറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നവരാണ് ലൈൻ മാനേജ്മെന്റ്. ഓക്കെ. അങ്ങനെ സീനിയർ ലൈൻ ആയിട്ടുള്ള മാനേജ്മെന്റിന്റെ മുകളിലേക്ക് കൂടുതലായിട്ടും റെസ്പോൺസിബിലിറ്റീസിനെ ഡീസെൻട്രലൈസ് ചെയ്യുന്നു എന്നതാണ് ഈ ലൈൻ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് കംപ്ലീറ്റ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും എല്ലാം ആ ഓർഗനൈസേഷന്റെ ടോപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ അപ്പെക്സിലിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിനായിരിക്കും അല്ലെ. ഈ HR വരുമ്പോഴത്തേക്കും ടോപ്പ് എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ നിന്നും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സീനിയർ ലൈൻ മാനേജ്മെന്റിന്റെ മുകളിലേക്ക് കൊടുക്കുന്നു. അതായത് ഈ റെസ്പോൺസിബിലിറ്റി, പവറും അതോറിറ്റി ഒക്കെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ റിലേഷൻസ് ടു മാനേജ്മെന്റ് എംപ്ലോയി റിലേഷൻസ്. അതായത് പലപ്പോഴും മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ റിലേഷൻസ് എപ്പോഴും എന്താണ് ഒപ്പോസിംഗ് ആയിരിക്കും. അതും അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്, മറിച്ച് മാനേജ്മെന്റ് എംപ്ലോയി റിലേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ഒരുമിച്ച് പോകണം. കളക്ടിവൈസിംഗ് ടു ഇൻഡിവിജ്വലൈസേഷൻ. ഓക്കെ. പെർവേസീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമേറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഒരിക്കലും ഒരു ഓർഗനൈസേഷനകത്തുള്ള HR മാനേജ്മെന്റിന് ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവര് ആ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവർ ആഴ്ന്നിറങ്ങും. എല്ലാ ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിലേക്കും അവര് കയറി ഇറങ്ങും. ബിക്കോസ് അത്രത്തോളം എന്താണ് അങ്ങനെ ഈ HR മാനേജ്മെന്റ് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഞങ്ങൾ HR ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും അവര് പെർമീറ്റ് ചെയ്തിറങ്ങും. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഈ പെർവേസീവ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ പീപ്പിൾ ഓറിയന്റഡ് ബാലൻസ് പേഴ്സണൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഓർഗനൈസേഷണൽ ഗോൾ ഫുൾഫിൽമെന്റ്. ഓക്കെ. അടുത്തത് 4 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് HR. ഇത് ആംസ്ട്രോങ് അദ്ദേഹത്തിന്റെ വർക്കിനകത്ത് പറഞ്ഞു അല്ലെ. ഒന്ന്, ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദി ഓർഗനൈസേഷൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്. ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് അസറ്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ. അതായത് ഒരു അസറ്റ് ആയിട്ട് ഹ്യൂമൻ ബീങ്സിനെ അല്ലെങ്കിൽ നമ്മളെ വർക്കേഴ്സിനെ കണ്ടാലേ ഉള്ളൂ ഇന്നോവേഷൻ ഉണ്ടാകത്തുള്ളൂ, അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ. രണ്ട്, പേഴ്സണൽ പോളിസീസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് അച്ചീവിംഗ് കോർപ്പറേറ്റ് ഗോൾസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻസ്. അതായത് പലപ്പോഴും HR ആക്ഷൻസ് ബിസിനസ് ഒബ്ജക്റ്റീവായിട്ട് അലൈൻ ചെയ്ത് പോകും. ഓക്കെ. പിന്നെ ഇത് കോർപ്പറേറ്റ് കൾച്ചർ ഇൻഫ്ലുവൻസസ് എക്സലൻസ് ആൻഡ് മസ്റ്റ് ബി ടെമ്പേർഡ് വിത്ത് എംപ്ലോയി വെൽഫെയർ. അതായത് കോർപ്പറേറ്റ് കൾച്ചർ ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന രീതിയിലാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തത്, റെക്കഗ്നൈസ് ഓർഗനൈസേഷൻസ് ആർ പ്ലൂറലിസ്റ്റ് സൊസൈറ്റീസ് വിത്ത് ഡിഫറിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് കോൺസേൺസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് പ്ലൂറലിസ്റ്റ് സൊസൈറ്റീസ് ഉറപ്പായിട്ടും കാണുമെന്നും അവരെല്ലാം ആ ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതുമാണ് നാലാമത്തെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പെർവേസീവ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, HR ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കത്തില്ല. അവര് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അതുപോലെ തന്നെ എല്ലാ ലെവൽ ഓഫ് ഡിസിഷൻ മേക്കിങ്ങിലേക്കും അവരെന്ത് ചെയ്യും, പെർവേസീവ് ആയിട്ട് പെർമീറ്റ് ചെയ്തിറങ്ങും. ഇതാണ് പെർവേസീവ്നെസ്സിനകത്ത് പറയുന്നത്. ഓക്കെ. രണ്ട്, കോംപ്രഹെൻസീവ് ഫംഗ്ഷൻ. ഓക്കെ. കോംപ്രഹെൻസീവ് ആണ് അത് ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസ് അതിനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. സ്ട്രാറ്റജിക് ട്രെൻഡ് സ്പോട്ടിയായിട്ട് HR മാനേജ്മെന്റ് സഹായിക്കും. ഇന്റഗ്രേറ്റിംഗ് മെക്കാനിസം, സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചിട്ടില്ല. പിന്നെ ആക്ഷൻ ഓറിയന്റഡ് ആണ്, ഇമ്പറേറ്റീവ് ആണ്. മാക്സിമൈസിംഗ് എംപ്ലോയി മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഫോക്കസ്,
കണ്ടിന്യൂസ് ആക്ടിവിറ്റി, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം HR പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ പോയിന്റ്സ് ഒക്കെ വായിച്ചിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റിനകത്ത് ഇത് ഇലാബറേറ്റ് ചെയ്ത് കുറെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വലിയ ടെക്നിക്കൽ ആയിട്ടൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇൻഫെക്ഷൻ കവർ ചെയ്തു, എവല്യൂഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഹാർഡ് HR സോഫ്റ്റ് HR പറഞ്ഞു. ഇനി ഇതിന്റെ കുറച്ച് ബാക്കി വരുന്ന പോർഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ജസ്റ്റ് ടെക്സ്റ്റ് ഈ ക്ലാസ് കണ്ടിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് കിട്ടും. ഇതിൽ നിന്ന് വലിയ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ എക്സാം ചോദിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.